ഒരു കൊച്ചു പെൺകുട്ടിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നീ പരീക്ഷണങ്ങളെ ഒക്കെയും അതിജീവിക്കുന്നത്? അവൾ പറഞ്ഞു, സാത്താൻ എപ്പോഴും വന്ന് എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടും. ഒരു തീ പോലെ വിട്ടുപോയില്ല. എൻ്റെ മേലിൽ ഞാൻ മദ്യപിക്കില്ല. ഈ ദൈവത്തോട് പറഞ്ഞു പിന്നെ പോയി മദ്യപിച്ചാൽ കൈയും കാലും ഇതുപോലെ ആശുപത്രി കെട്ടിയിട്ടുണ്ട്. ഇടത്തെ കാലിന് ഒരു ഷോക്ക് അടിക്കുന്നുണ്ട് തോന്നുന്നു. ഇങ്ങനെ മുമ്പേ വചനം പറയുന്നു, ഹൃദയത്തിന്റെ മുറിവുകൾ അവൻ കെട്ടും. ദൈവമക്കൾ സംസാരിക്കുന്ന ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ഇനിയും കാലം മുൻപോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഉറപ്പല്ല, പിന്നെയോ സ്വർഗം നിന്നെ വിളിച്ചു എന്ന ഉറപ്പ്. യോവേൽ ദീർഘദർശിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ഞങ്ങളിലൊരു വലിയ പരിവർത്തനം പരിശുദ്ധാത്മാവ് വരുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഒരു ദൈവിക വിശുദ്ധി, ഒരു ദൈവിക മാനസാന്തരം ഞങ്ങൾ സംഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനെതിരെ പോരാടുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്കിടയാകരുതേ അപ്പാ. ഞങ്ങൾക്ക് വേണ്ടി സകലതും നിവർത്തിച്ച ഒരുവൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഒന്നിൻ്റെയും പിന്നാലെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ അപ്പാ. ഈ പകൽ കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന ചെറിയ കൂട്ടത്തിൻ്റെ മേൽ വലിയ ദൈവശക്തി പകരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പോരാടുന്നവരോട് അവിടുന്ന് പോരാടണമേ. ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോട് അവിടുന്ന് സംസാരിക്കുവാൻ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നല്ല വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആദിയോടെന്ന പരിശുദ്ധാത്മാവ് നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് ഇടപെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി ഇന്ന് വ്യാപരിക്കണം, മഹത്തോടെ നിൽക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഠിനമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയും 40 ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയത്. ഇനി കഷ്ടാനുഭവങ്ങളുടെ ദിനങ്ങളാണ്. ഈ 40-ാം വെള്ളിയാഴ്ചയുടെ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെട്ടവരായി, കഴിഞ്ഞ ജീവിതങ്ങളിൽ പിശാച് നമ്മുടെ ജീവിതത്തെ അടക്കി വാഴുവാൻ ശ്രമിച്ചപ്പോൾ ദൈവശക്തിയിലൂടെ അതിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം. ഒരു യഥാർത്ഥ ദൈവ പൈതലാണ് ഞാനും നീയുമെങ്കിൽ പരീക്ഷണങ്ങൾ നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും. ചിലരിൽ പരീക്ഷണങ്ങൾ ധാരാളമായി കടന്നു വരും. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിനും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യരായ ആദാമിനും ഹവ്വായ്ക്കും അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഗണത്തിലാക്കി വച്ചിരുന്ന വീണുപോയ ദൂതനായിരുന്നു ലൂസിഫർ.
അവനിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നു. ദൈവപുത്രനായ യേശുവിന് പരീക്ഷണങ്ങൾ കടന്നു വന്നു. യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇപ്രകാരം പിതാവിനോട് പ്രാർത്ഥിപ്പാൻ നമ്മോട് പറഞ്ഞു. എന്താ പ്രാർത്ഥന? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് പാപമല്ല, എന്നാൽ അതിൽ വീണു പോകുന്നതാണ് പാപമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്നവനാണ് വിജയിയാകുന്നത്. നമ്മളിങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒരുപാട് പക്ഷികൾ ഒരുപക്ഷെ പറന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നാം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടിന് മുകളിലൂടെ, നമ്മുടെ പരിസരങ്ങളിലൂടെ ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നത് നാം കാണുന്നവരാണ്. പക്ഷേ അതിനെയെല്ലാം പിടിച്ച് നമുക്കിഷ്ടമുള്ളതുപോലെ ആക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇതിലേതെങ്കിലും ഒരു പക്ഷി വന്ന് തലയിൽ കൂട് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ തടയാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പക്ഷികൾ കൂടുവെക്കുന്നത് തടയാൻ കഴിയുന്നത് പോലെ പൈശാചികമായ ചിന്തകൾ ഒരുപക്ഷെ നമ്മിൽ കടന്നു വരാം. എന്നാൽ ആ കടന്നു വരുന്ന ചിന്തകൾക്ക് വശംവദരാകാൻ പാടില്ല. ഒരു കൊച്ചു പെൺകുട്ടിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നീ പരീക്ഷണങ്ങളെ ഒക്കെയും അതിജീവിക്കുന്നത്? അവൾ പറഞ്ഞു, സാത്താൻ എപ്പോഴും വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടും. സാത്താൻ എപ്പോഴും വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടും. എന്നാൽ എനിക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് മറുപടി പറയുന്ന ഒരാൾ ഇറങ്ങി വരും. അവനാണ് യേശു. സഹോദരങ്ങളെ, ഈ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷവും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണ്? നോമ്പ് തുടങ്ങിയപ്പോഴേ ചില വീട്ടിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, പണ്ടങ്ങനെയായിരുന്നു ചെയ്യുന്നത്, പാത്രങ്ങളൊക്കെ കഴുകി അത് കമഴ്ത്തി വെക്കും. ഇപ്പം നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെയൊക്കെ സമയത്ത് പുതിയ പുതിയ ചട്ടികൾ മേടിക്കുക ചെയ്യുന്നത്. കാരണം അതൊരു വലിയ വിഷയമായിട്ടൊന്നും കാണുന്നില്ല. ചോദിച്ചാൽ പറയും, ഓ ഇതൊന്നും അല്ലല്ലോ, ഹൃദയം നന്നായാൽ പോരെ എന്ന്. ഇന്ന് ഞാൻ അത് പറയാനല്ല നിന്നത്. ഇന്ന് അനേകരുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് മറുപടി പറയുന്നത് പിശാചാണ്. നിങ്ങൾ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒന്നും എൻ്റെ വിഷയമല്ല. കാൽവരിയുടെ ശക്തി കണ്ട നിങ്ങളെ സാത്താൻ വിട്ടോടിപ്പോകണം. അനേകരുടെ ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിലാണ്. അനേക കുടുംബ ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിലാണ്. അനേകരുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിലാണ്. 20, 30, 40, 50, 60, 80 വർഷത്തെ ജീവിതം നയിച്ചവർ പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി മറുപടി പറയാൻ ഇറങ്ങി വരുന്നത് ഇന്നും സാത്താനാണ്. നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപവാസമാണ് നീ എടുത്തതെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് വേണ്ടി മറുപടി പറയാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി വരുന്ന കർത്താവിന് വേണ്ടി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു വെള്ളിയാഴ്ചയാകട്ടെ ഈ 40-ാം വെള്ളിയാഴ്ച എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരമുയർത്തിയെന്ന് ഹല്ലേലൂയ പറയാം.
സ്നേഹം കൊതി തീരുന്നില്ലേ, നിൻ സാമീപ്യം മതിയാകുന്നില്ലേ. ഈ സ്നേഹം കൊതി തീരുന്നില്ലേ, നിൻ സാമീപ്യം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ,
സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. നിന്നോടാണെനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നോടാണെനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ, നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ. ഇതുപോരായേ, 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 ഇതുപോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കേട്ടോ, ഒരു റിലീഫ്. എങ്ങനെ മനസ്സിലായി? അത് നമ്മൾ അച്ഛൻ തലേന്ന് കൈവച്ചപ്പോൾ മനസ്സിലായി. എന്താ റിലീഫ്? ഒരു എന്തോ ഒരു റിലീഫ് പോലെ തോന്നി. എന്തെങ്കിലും വിട്ടുപോയോ? ആ വിട്ടുപോയല്ല, കണ്ടില്ല. ഒരു വിറയുണ്ടായിരുന്നു. ആ വിറയിലുണ്ടായിരുന്നു. മറ്റേ അടിക്കുമ്പോഴും വിറയ്ക്കും. ഇപ്പോൾ ഒരു വിറ പോലെ. കുടിക്കണോ വേണ്ട? കുടിക്കണ്ട, കുടിക്കണം. വൈകിട്ട് ചെല്ലുമ്പോൾ ഫ്രീ ആയിട്ട് ഒരാൾ വലിയ ഏതാണ്ട് ഇദ്ദേഹം വലിയൊരു കുപ്പിയായിട്ട് വന്നാൽ വേണ്ട എന്ന് പറഞ്ഞേ. ഞാനിനി മേൽ മദ്യപിക്കില്ല. ആരോടാ പറഞ്ഞേ? അച്ഛനോട്. അച്ഛനോടൊന്നും പറയണ്ട, അച്ഛനോട് പറഞ്ഞാൽ ശരിയാകത്ത്. ദൈവത്തോട് ഇനി മേൽ മദ്യപിക്കില്ല. അല്ല, ഈ ദൈവത്തോട് പറഞ്ഞു പിന്നെ പോയി മദ്യപിച്ചാൽ കയ്യും കാലും ഇതുപോലെ ആശുപത്രി കെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവോ ഇല്ലില്ല. ആ ഉറപ്പാണ്. ആ അത്തിച്ചപ്പോൾ തന്നെ മുഖത്തൊരു പ്രകാശം വന്നിട്ടുണ്ട്. വന്ന പോലെ കണ്ണാടിയത്തൊന്നും നോക്കി വന്ന പോലെ പ്രകാശം. വേണ്ട, എൻ്റെ മേലിൽ ഞാൻ മദ്യപിക്കില്ല. എന്തെങ്കിലും ഒരു വറയിൽ പോലെ തോന്നി, വേറൊന്നും തോന്നി. കാൽവരി ക്രൂശിൽ അവിടെ നിന്നൊഴുക്കിയ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഇവൻ്റെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെയും വ്യാപരിക്കട്ടെ. പൈശാചിക മദ്യപാനാസക്തി അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ദൈവശക്തി എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഉള്ളിലൊരു ആശ്വാസമുണ്ട്. പ്രാർത്ഥനയെ കൊണ്ട് എന്തെല്ലാം വ്യത്യാസമുണ്ടായിരുന്നു? നേരത്തെ പ്രാർത്ഥിച്ചിട്ട് എന്തെല്ലാം വ്യത്യാസമുണ്ട്? നേരത്തെ തിരുമേനി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാറ്റം വന്നായിരുന്നു. എനിക്ക് നടക്കാനൊക്കെ ഒരു ഇത് ഉന്മേഷമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ കിടപ്പായിരുന്നു പൂർണ്ണമായിട്ട്. അതെ, ഇപ്പം ചിരിച്ച് നടക്കും. വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഉള്ളിലൊരു ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നു, വളരെ സന്തോഷം. എനിക്ക് ഈ ശ്വാസം മുട്ടുണ്ട്, പിന്നെ ട്യൂമറിൻ്റെ ഹല്ലേലൂയ. പെട്ടെന്നൊരു പറയലോ, അതിനെക്കാട്ടിലും പെട്ടെന്നൊരു കൂടുതൽ വയറ് വറക്കി എന്നിട്ട് കാൽവരി ക്രൂശിൽ അവിടെ നിന്നൊഴുക്കിയ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഇവൻ്റെ മേൽ വ്യാപരിക്കട്ടെ. മദ്യപാനാസക്തി മാറട്ടെ, മാറട്ടെ. ഇടത്തെ കാലിന് ഒരു ഷോക്ക് അടിക്കുന്നുണ്ട് തോന്നി. ഇങ്ങനെ മേലി
വൈകിട്ട് കുടിക്കണ്ടേ? ഇല്ല. എത്ര വയസ്സുണ്ട് ഇപ്പം? 54. ചെറുപ്പമാകും. എത്ര വയസ്സ് കൂടി തുടങ്ങിയ? 22 വയസ്സിൽ പഠിക്കും. 22. മുമ്പ് തുടങ്ങിയില്ലേ? 18 വയസ്സിലാണ് കുടിച്ചത്. 18 വയസ്സിൽ കള്ളം പറഞ്ഞു. വർഷം കൂട്ടാൻ പോണേ. എന്താ തോന്നുന്നു? ഒരു ഉഷാർ തോന്നുന്നുണ്ട്. ഉത്സാഹമൊക്കെ വന്ന് വൈകിട്ട് വീണ്ടും പോയി കുടിക്കാം. ഇല്ലില്ല. പിന്നെ എവിടെ സ്ഥലം? എൻ്റെ അടുത്ത് തൃശ്ശൂർ ചേലക്കര. ഏതാ സ്ഥലം? ഒറ്റപ്പാലത്തുണ്ട്. എൻ്റെ പുറത്ത് യാത്ര ചെയ്ത് വന്നിട്ട് വീണ്ടും പോയി കുടിച്ചാലും കുടിക്കില്ല. ഒന്നുകൂടെ കണ്ണടച്ചേ. പൈശാചിക മദ്യപാനാസക്തി എന്നേക്കുമായി അഴിഞ്ഞ മാറട്ടെ. ജീവിതത്തിൽ ശത്രുവിട്ട തകർച്ചകൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ വലിയ കൃപയിൽ നിറച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെയും യേശുവിനെക്കുറിച്ച് അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന അനേക കാര്യങ്ങൾ വ്യതിയാനം വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവരെ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിലെ ഭാരമേറിയ വിഷയങ്ങളെ സ്വർഗം കണ്ടിരിക്കയാൽ സ്തോത്രം. പലപ്പോഴും ഭാരങ്ങൾ, അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ കണ്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്താലും ഭാരത്താലും ക്ലേശങ്ങളാലും നിറഞ്ഞ ജീവിതങ്ങളെ ഇപ്പോൾ അങ്ങയുടെ മഹാശക്തിയിൽ നിറച്ച് പരിശുദ്ധാത്മാവ് അവരെ തൊട്ട് അവരെ സൗഖ്യമാക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കെട്ടുകളിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശാപബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവെ, സാമ്പത്തികമായ ഭാരങ്ങളാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വളരെയധികം ഭാരത്തോടു കൂടെ ഇരിക്കുന്ന വ്യക്തികളെ ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ മഹാശക്തി വ്യാപരിക്കട്ടെ. അവർക്ക് വേണ്ടി സാമ്പത്തിക വഴികൾ ദൈവം ഇപ്പോൾ തുറക്കട്ടെ. മഹത്വം അവിടെ നിന്നെടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. This is my desire.